കെ വി തോമസിന്റെ ചെലവ് 1 കോടിയിലേക്ക് കുതിക്കുകയാണ്. 2023 ജനുവരി 18-നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി സംസ്ഥാന സർക്കാർ കെ വി തോമസിനെ ക്യാബിനറ്റ് റാങ്കിൽ നിയമിക്കുന്നത്. ശമ്പളമാണെങ്കിൽ പെൻഷൻ കിട്ടില്ല, അതുകൊണ്ട് ഓണറേറിയം മതി എന്ന തന്ത്രപരമായ നിലപാട് കെ വി തോമസ് സ്വീകരിച്ചു. MLA, MP, അധ്യാപക പെൻഷൻ എന്നിങ്ങനെ 3 പെൻഷൻ ലഭിക്കുന്ന രാജ്യത്തെ അപൂർവം പേരിലൊരാളാണ് കെ വി തോമസ്. ഓണറേറിയം 1 ലക്ഷം രൂപയും യാത്രാപ്പടി, ടെലിഫോൺ തുടങ്ങിയ മറ്റ് അലവൻസുകളും കെ വി തോമസിന് ലഭിക്കും. ഓണറേറിയമായി 28 ലക്ഷവും യാത്രാപ്പടിയായി 10 ലക്ഷവും കെ വി തോമസിന് ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. കെ വി തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് വേതനവും മറ്റ് അലവൻസുകളും നൽകുന്നതിനായി 40 ലക്ഷവും ചെലവഴിച്ചു. ഇന്ധന ചെലവിനായി 1.5 ലക്ഷവും. സർക്കാർ കാലാവധി കഴിയുമ്പോൾ കെ വി തോമസിന്റെ ചെലവ് ഏതാണ്ട് 1 കോടി കടക്കും. കെ വി തോമസിന് ഒരു വർഷം യാത്രാബത്ത 6.31 ലക്ഷം ചെലവുണ്ടാകുമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ കണക്ക്. യാത്രാബത്ത ഇനത്തിൽ 2025-26 ബജറ്റിൽ 5 ലക്ഷം രൂപയാണ് കേരള ഹൗസിന് വകയിരുത്തിയിരിക്കുന്നത്. കെ വി തോമസിന്റെ യാത്രാബത്തയ്ക്ക് 6.31 ലക്ഷം ചെലവാകുന്നുണ്ടെന്നും അതുകൊണ്ട് യാത്രാബത്തയുടെ ബജറ്റ് വിഹിതം 11.31 ലക്ഷമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ട് പൊതുഭരണ പ്രോട്ടോകോൾ വിഭാഗം ധനവകുപ്പിനെ സമീപിച്ചിരുന്നു. ചെലവ് വരുന്ന മുറയ്ക്ക് പണം അനുവദിക്കാമെന്ന നിലപാട് ധനവകുപ്പ് സ്വീകരിക്കുകയായിരുന്നു. കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി വികസനം കൊണ്ടുവരാനാണ് കെ വി തോമസിനെ നിയമിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. കെ വി തോമസിനെ കൊണ്ട് ആകെ നടന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയുമായി കേരള ഹൗസിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. അത് അനൌദ്യോഗിക മീറ്റിംഗ് ആണെന്ന് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പറയുകയും ചെയ്തു. കേരളത്തിന്റെ താല്പര്യങ്ങളായിരുന്നില്ല അന്നത്തെ ചർച്ചയിൽ നടന്നത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലായിരുന്നു നീക്കങ്ങൾ. ഖജരാവിന്റെ പണം കളയാൻ വേണ്ടി മാത്രം മറ്റൊരു കസേരയിലേക്ക് കെ വി തോമസിനെ ഇരുത്തി കെ വി തോമസിന് ഒരു കസേര കൊടുത്തു എന്ന് മാത്രം.